യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക ഇറാന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളിലേക്കും കടക്കുകയാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. അതിനിടെ ഹോർമുസിൽ ടോൾ പിരിക്കാനുള്ള കരട് നിയമനത്തിന് ഇറാൻ അംഗീകാരം നൽകി. മക്ക പ്രതിരോധ കരാറിലേക്ക് ഇറാനെയും ക്ഷണിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും PR കാർത്തിക്കാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കാർത്തിക്, ഇപ്പോൾ ഇത് US പറയുന്നു യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് എന്നൊക്കെ, ഒരു സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം, ആ യുദ്ധത്തിൻ്റെ നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സാമ്പത്തിക യുദ്ധത്തിൽ എന്തൊക്കെ ഉപരോധങ്ങളാണ് പ്രഖ്യാപിക്കുക എന്നാണ് ഇനി നിർണായകം. എന്തായാലും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നു. എൻഡ് ഗെയിം എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതായത് ഈ യുദ്ധം ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇറാന് ജീവനാഡിയാകുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ അതെല്ലാം വിച്ഛേദിച്ചുകൊണ്ടുള്ള നടപടികളാകും ഉണ്ടാവുക. ഇതിനായി സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിക്കുന്നത് എന്നാണ് US ട്രഷറി സെക്രട്ടറിയുടെ ട്വീറ്റിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ നിബന്ധനകളോ വ്യവസ്ഥകളോ ഉപരോധത്തിൻ്റെ തീരുമാനങ്ങളോ ഒന്നും ഈ ട്വീറ്റിൽ വ്യക്തമാക്കുന്നില്ല. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇറാനാകട്ടെ ഒരു തരത്തിലുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കും വഴങ്ങില്ല എന്ന സൂചനയാണ് ഈ ഘട്ടത്തിലും നൽകുന്നത്. ഹോർമുസിൽ ടോൾ പിരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഇറാൻ. ഇത് സംബന്ധിച്ച കരട് നിയമത്തിന് ഇറാൻ്റെ പാർലമെന്ററി സമിതി അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ കരട് നിയമത്തിൽ ഉള്ള പ്രധാന വ്യവസ്ഥകൾ ഇത്തരത്തിൽ ഇന്ധന വിതരണം, ഇൻഷുറൻസ്, സുരക്ഷ, പരിസ്ഥിതി സംബന്ധമായ സേവനങ്ങൾ എന്നിവയ്ക്ക് ടോൾ ഈടാക്കും എന്നതാണ്. നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ഹോർമുസിൽ ഒരു തരത്തിലുള്ള ടോളും അനുവദിക്കില്ല എന്നതായിരുന്നു അമേരിക്കയുടെ നിലപാട്. എന്നാൽ ആ നിലപാടിന് വിപരീതമായി പുതിയ കരട് നിയമത്തിൽ ടോൾ പിരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് അവർ കടക്കുന്നു. അതായത് ഇറാൻ റിയാലിലോ അതല്ലെങ്കിൽ ടെഹ്റാൻ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും കറൻസിയിലോ ഈ ടോൾ അടയ്ക്കണം എന്ന വ്യവസ്ഥ ചെയ്യുന്ന കരട് ബില്ലിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇറാൻ പാർലമെൻറ്റിൻ്റെ ദേശീയ സുരക്ഷാ വിദേശകാര്യ നയസമിതിയാണ് ഈ കരട് നിയമത്തിൻ്റെ അംഗീകാരം നൽകിയത്. ഇനി പല ഘട്ടങ്ങളുണ്ട്. ഗാർഡിയൻ കൗൺസിലും ഇറാൻ പാർലമെൻറ്റിൻ്റെ അന്തിമ അംഗീകാരവും ഒക്കെ വേണം. എങ്കിൽ കൂടിയും ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക്, ടോൾ പിരിക്കാനുള്ള നിർണായകമായ ഘട്ടത്തിലേക്ക് ആ കരട് നിയമത്തിന് ഇറാൻ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളും കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് മെക്ക പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ഈ മൂന്ന് രാജ്യങ്ങളും മുൻകൈയെടുത്ത് നടപ്പാക്കിയ മെക്ക പ്രതിരോധ കരാറിലേക്ക് ഇറാനെയും ക്ഷണിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് സൗദി അറേബ്യയോ തുർക്കിയോ പാകിസ്ഥാനോ അതല്ലെങ്കിൽ ഇറാനോ ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും അൽ മയാദിൻ എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മൂന്ന് രാജ്യങ്ങൾ ഇത് സംബന്ധിച്ച പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും ഓഗസ്റ്റ് 7 ഒപ്പുവെച്ച ഈ കരാർ, ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കരാർ വളരെ നിർണായകമാണ്. ആ കരാറിലേക്ക് ഇറാൻ കൂടി എത്തിയാൽ അത് പുതിയ സാധ്യതകൾക്ക് കൂടി വഴി തുറക്കുന്നതാണ്. അതായത് സൈനിക സഹകരണം അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ. സ്വാഭാവികമായും സൗദിയും ടെഹ്റാനും ദീർഘനാളായി വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. പല ഘട്ടങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടിയ രാജ്യങ്ങളാണ്. ഇറാൻ കൂടി ഈ കരാറിലേക്ക് എത്തുന്നുവെങ്കിൽ അത് പുതിയൊരു വഴിത്തിരിവായിരിക്കും. അതൊരു സുപ്രധാനമായ സംഭവ വികാസമായിരിക്കും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന്, പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ന് ടെഹ്റാനിൽ എത്തുന്നു എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മെക്ക കരാറുമായി ബന്ധപ്പെട്ട് ഇറാനും ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ സന്ദർശനം എന്നത് നിർണായകമാണ്. എങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ, അതായത് പാകിസ്ഥാൻ കൂടി മുൻകൈയെടുത്ത് നടപ്പാക്കിയ കരാറാണ് ജൂൺ 17 US-ഉം ഇറാനും ഒപ്പുവെച്ചത്. പിന്നീട് ഈ കരാർ സംബന്ധിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് പോയില്ല. മാത്രമല്ല ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. അങ്ങനെ നിലവിൽ പ്രാഥമിക സമാധാന ധാരണ സ്തംഭിച്ച അവസ്ഥയിലാണ്. അങ്ങനെ നയതന്ത്ര ചർച്ചകളുടെ മേശയ്ക്ക് ഇരുവശത്തേക്കും US-നെയും ഇറാനെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അസീം മുനീറിൻ്റെ ഈ സന്ദർശനം എന്ന് വിലയിരുത്തുന്നു. കാരണം ഉഭയകക്ഷി ചർച്ചകൾക്കൊപ്പം മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഇതടക്കം നടക്കും ഈ കൂടിക്കാഴ്ചയിൽ എന്ന് ഇറാൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനും സമാനമായ പ്രതികരണം നടത്തി. നേരത്തെ മൗസ്വിൻ നഖ്വി അടക്കമുള്ള പാകിസ്ഥാനിലെ മന്ത്രിമാർ പല ഘട്ടങ്ങളിലായി ടെഹ്റാനിൽ എത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു അന്തിമഘട്ടം എന്ന നിലയിൽ കൂടിയാണ് പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ന് ടെഹ്റാനിൽ എത്തുന്നത്. എന്തായാലും നിലവിൽ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമായ നിലയിലേക്ക് പോകുന്നു. അമേരിക്ക സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ യുദ്ധത്തിൽ എന്തൊക്കെ നിബന്ധനകളാണ് എന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഇറാൻ്റെ ജീവനാഡിയായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും
നിശ്ചലമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് അമേരിക്ക കടക്കുമ്പോൾ ഇറാൻ എങ്ങനെയാണ് അതിനെ നേരിടുക എന്നതും കാത്തിരിക്കേണ്ടതാണ്.